കുഞ്ഞിന്റെ മലം ദിവസവും പോകാത്തത് എന്തുകൊണ്ട്? ഇത് ഗൗരവമുള്ളതാണോ? എങ്ങനെ വീട്ടിൽ തന്നെ പരിഹരിക്കാം? എത്ര തവണ പോകുന്നതാണ് നോർമൽ? പാല് കുടിച്ച ഉടനെ, ഫുഡ് കഴിച്ച ഉടനെയൊക്കെ മലം പോകുന്നത് പ്രശ്നമാണോ? ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കാം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും കുഞ്ഞിൻ്റെ മലം പോകാത്തത് എല്ലാ പേരൻസിനെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിനെ പരിഹരിച്ചതെന്നത് കമൻറ്റിൽ പറയുക. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ 5-6 ദിവസമൊക്കെ സ്റ്റൂൾ പാസ് ചെയ്യാതിരിക്കുന്നത് എന്ന് ആദ്യം നോക്കാം. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ 5 മുതൽ 7 ദിവസം വരെയൊക്കെ മോഷൻ പാസ് ചെയ്യാതിരിക്കുന്നത് നോർമലാണ്. ഇതിന് കാരണം ബ്രസ്റ്റ് മിൽക്ക് വളരെ വേഗം ഡൈജസ്റ്റ് ചെയ്യുന്നതും അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നതും ആണ്. അതിനാൽ സ്റ്റൂള് ഫോം ചെയ്യാൻ താമസമെടുക്കും. ഇത് നോർമലാണ്. ഇനി ഫോർമുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ചില സമയത്ത് ഇത് കാണാറുണ്ട്. ചിലപ്പോൾ ഫോർമുല മിക്സ് ചെയ്യുന്ന സമയത്ത് പൗഡറും വെള്ളവും ഒക്കെ ശരിയായ അളവിൽ എടുക്കാത്തതിനാലോ പൗഡർ കറക്റ്റായി മിക്സ് ആകാത്തതിനാലോ ഒക്കെ ഇത് സംഭവിക്കാം. ബ്രസ്റ്റ് ഫെഡ് ബേബീസിൽ പൊതുവെ സ്റ്റൂള് മഞ്ഞ നിറവും ചെറിയ സീഡ്സ് അല്ലെങ്കിൽ തരി പോലെ ഉള്ളതുമാണ്. ഇത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് കാരണമാണ്. ബ്രസ്റ്റ് ഫീഡ് ബേബീസ് സ്റ്റൂൾ കുറച്ചുകൂടി തിക്കായി കാണാറുണ്ട്. മൂന്നാമത്തേത് 6 മാസത്തിന് ശേഷം കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ഇത് കാണാം. കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പുതിയ ആഹാരങ്ങളുമായി അഡ്ജസ്റ്റായി വരാനെടുക്കുന്ന സമയം മൂലമാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. ചില കുഞ്ഞുങ്ങളിൽ പാല് വെള്ളമൊക്കെ കുടിച്ചത് കുറവായതിനാലും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. ഓരോ പ്രായത്തിലും വെള്ളം കൊടുക്കേണ്ടത് എത്രയെന്ന് സ്ക്രീനിൽ നോക്കുക. ഇതും കോൺസ്റ്റിപ്പേഷന് തടയാൻ സഹായിക്കുന്നു. എന്തൊക്കെയാണ് മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ? 5 ദിവസത്തിലധികം കുഞ്ഞ് മോഷൻ പാസ് ചെയ്യാതിരിക്കുക, കുഞ്ഞിൻ്റെ വയറ് വീർത്തിരിക്കുക, മോഷൻ പാസ് ചെയ്യുമ്പോൾ കരയുക, സ്ട്രെയിൻ ചെയ്യുക, മലം ഒരുപാട് കട്ടിയായി പെല്ലറ്റ് പോലെ കാണുക, വിശപ്പില്ലായ്മ, ഛർദിൽ ഇവയൊക്കെ സീരിയസ് ആയ കണ്ടീഷൻസ് ആണ്. എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്ന് നോക്കാം. ഒന്നാമത്തേത് ബേബി മസാജ്. കുഞ്ഞിൻ്റെ വയറ്റിൽ ക്ലോക്ക് വൈസായി മൃദുവായി മസാജ് ചെയ്യുമ്പോൾ ലോഷൻ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റിനെ കൂട്ടുന്നു, സ്റ്റൂള് പാസ് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് ബൈസൈക്കിൾ എക്സസൈസ്. കുഞ്ഞിൻ്റെ 2 കാലുകളും സൈക്കിൾ പോലെ മൂവ് ചെയ്യുക. ഇതും നല്ലതാണ്. മൂന്നാമത്തേത് വാം ബാത്ത്. കുഞ്ഞിനെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. ഇത് മസിൽസിനെ റിലാക്സ് ചെയ്യുന്നു, മോഷൻ ഈസിയാക്കാനും കോളിക് പെയിൻ തടയാനും സഹായിക്കുന്നു. നാലാമത്തേത് 6 മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക. പപ്പായ, പിയർ, പ്രൂൺസ്, ചീര ഇവയൊക്കെ നല്ലതാണ്. പഴം നന്നായി പഴുത്തത് കൊടുക്കുക. ആപ്പിളൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്കിന്ന് റിമൂവ് ചെയ്യുക. കുറുക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്നവ കൊടുക്കുക. ഓട്സ്, റാഗി, അവൽ ഒക്കെ ചൂസ് ചെയ്യാം. അഞ്ചാമത്തേത് ടമ്മി ടൈം. കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആദ്യ 3 മാസങ്ങളിൽ ഇത് ഗ്യാസിനെ റിലീസ് ചെയ്യാനും സഹായിക്കുന്നു. 6 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണക്കമുന്തിരി 5-6 എണ്ണം വെള്ളത്തിൽ പിഴിഞ്ഞ് 1/2 സ്പൂൺ ദിവസവും കൊടുക്കുന്നത് കോൺസ്റ്റിപ്പേഷന് തടയാൻ സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ കുഞ്ഞിന് അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടറെ നിർദ്ദേശം തേടാനും ശ്രദ്ധിക്കുക. ഇതിന് പകരം മലം പോകാനായിട്ട് ഏനസിൽ സോപ്പ് വെക്കൽ, ഗ്രൈപ്പ് വാട്ടർ കൊടുക്കൽ, 6 മാസത്തിന് മുൻപ് വെള്ളം കൊടുക്കലൊക്കെ തീർത്തും ഒഴിവാക്കുക. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാം. കുഞ്ഞിന് നിരന്തരം കരച്ചിൽ, മലം വളരെ കട്ടിയായി പോകുക, മലത്തിൽ രക്തം കാണുക, കുഞ്ഞ് പാല് കുടിക്കുന്നത് ബുദ്ധിമുട്ട് കാണിക്കുക, വോമിറ്റിംഗ് ഉണ്ടാകുക, മലം പാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് സ്ട്രെയിൻ ചെയ്യൽ ഇവയൊക്കെ ഡോക്ടറെ കാണേണ്ട കണ്ടീഷനാണ്. ചില കുഞ്ഞുങ്ങൾ പാല് കുടിച്ച ശേഷം തന്നെ സ്റ്റൂൾ പാസ് ചെയ്യുന്നത് കാണാം. ഇത് എൻഡ്രോഗ്യാസ്ട്രിക് റിഫ്ലക്സ് എന്ന് പറയുന്നു. പാല് വയറ്റിലെത്തുന്ന സമയത്ത് ഇൻറ്റസ്റ്റൈൻ ആക്റ്റീവായി മലത്തെ പുഷ് ചെയ്യുന്നത് മൂലമാണ്. ഇത് നോർമലാണ്. ചില ബേബീസ് ദിവസവും 4-5 തവണ സ്റ്റൂൾ പാസ് ചെയ്യുന്നു. ചിലർ 5 ദിവസം ഒക്കെ പാസ് ചെയ്യാതെ ഇരിക്കും. ഇത് നോർമലാണ്. കുഞ്ഞിന് ഡിസ്കംഫർട്ട് ഇല്ല, വയറ് സോഫ്റ്റ് ആണ്, വെയിറ്റ് ഗെയിൻ പ്രോപ്പർ ആണ്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റായി ചോദിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.